പദ്ധതിയാണ്. ശലോമോൻ പറഞ്ഞു, മായ മായ മായ, സകലവും മായയും വൃഥാ പ്രയത്നവും മാത്രേ. ദൈവത്തെ കൂടാതെ ജീവിതത്തിലുള്ള സകലതും മായ. ദൈവമുള്ളതൊക്കെ അർത്ഥമുള്ളതാണ്, മാനമുള്ളതാണ്, ദൗത്യമുള്ളതാണ്. ദൈവമക്കളെ, ഈ രാത്രി 6 ചോദ്യം നിന്നോട് ചോദിക്കുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. സ്നേഹിത സഹോദരി, 1, നിന്റെ കൂടെ ഇപ്പോൾ യേശു ഉണ്ടോ? നീ നിന്നോട് ചോദിക്ക്, നിന്റെ ജീവിതം നല്ലതാണെങ്കിൽ യേശു കൂടെയുണ്ട്. 2, നിന്റെ വീട്ടിൽ ഇപ്പോൾ യേശു ഉണ്ടോ? 3, നിന്റെ ഉള്ളിൽ ഇപ്പോൾ യേശു ഉണ്ടോ? അശുദ്ധി ഉള്ളിടത്ത് പരിശുദ്ധൻ പാർക്കില്ല. 4, നിന്റെ ജ്ഞാനം യേശുവാണോ? 5, നിന്റെ സന്തോഷം യേശുവിലാണോ? 6, നിന്റെ സമ്പത്ത് യേശുവാണോ? ഉത്തരം പറയണം. ഇന്ന് നിന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ട ദിവസമാണ്. സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ഒരിക്കൽ പാടി, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. ആമേൻ. എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്ത് കർത്താവാണെന്ന് ഉപദേശി പാടി. അത് സത്യമായിരുന്നു. നമ്മൾ എന്തിനത് പാടിയ? ഇന്നലെ പറഞ്ഞതുപോലെ ആരെന്ത് പാടിയാലും നമ്മൾ ഏറ്റുപാടും. അർത്ഥമൊന്നും പ്രശ്നമല്ല. ഇവിടെ ലോക സമ്പത്തിന് വേണ്ടി മരിക്കാൻ നടക്കുന്ന മനുഷ്യൻ, ആ 1 സെന്റ് മണ്ണിന് വേണ്ടി സ്വന്തം ജ്യേഷ്ഠന്റെ പേരിൽ 1.5 ഏക്കർ സ്ഥലം വിറ്റിട്ട് കേസ് പറഞ്ഞ ആൾക്കാരുണ്ട് ഈ ലോകത്ത്. 1 സെന്റ് മണ്ണിന് വേണ്ടി. ഇവിടെ വന്നിട്ടുണ്ടാവും. സമ്പത്താരെന്നപ്പോ പാടിയത്? ആ സമ്പത്തൊക്കെ വിട്ടുകൊടുക്ക്. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാലൊരു ശ്വാസം. ഒരാൾക്ക് ശവക്കുഴി വെട്ടാൻ എന്തോരം മണ്ണ് വേണം? തെറ്റ്. ലോകത്താർക്കും 6 അടി മണ്ണിന് അവകാശമില്ല. 6 അടി മണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണക്കൂട്ടണേ എന്തെന്നാ? 6 അടി മണ്ണ് കിട്ടണമെങ്കിൽ 6 അടി നീളം, 6 അടി വീതി, 6 അടി താഴ്ച കുഴി കുത്തണം. അങ്ങനെ ഒരു ശവക്കുഴി ആർക്കെങ്കിലും കിട്ടുമോ? മെത്രാച്ചന്മാർക്ക് പോലും കിട്ടില്ല. ശവക്കുഴി അത്ര ഇല്ല. ഞാൻ ഒരുപാട് ശവക്കുഴിക്ക് അളവ് കൊടുത്തത്. ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കാം. 6.25 അടി നീളം വേണമെങ്കിൽ 6 അടി വരെ പിടിക്കാം. 2.25 അടി വീതി, അത് 3 വരെ പോകാം. 5 അടി താഴ്ച, 4 ആയാലും മതി. ആകെ മൊത്തം ടോട്ടൽ ഗുണിച്ചാലും ഹരിച്ചാലും കിഴിച്ചാലും കൂട്ടിയാലും 2.25 അടി മണ്ണേ നിനക്ക് കിട്ടുള്ളൂ. അതിന്റെ മുകളിൽ വേറൊരാളെ കൊണ്ട് നടക്കിയ അതും പോയി. എന്തിനേ ഈ മണ്ണിന് വേണ്ടി പോരാടുന്നത്? ദൈവ പൈതലേ, ഈ ലോകത്ത് യേശുവിനെ സ്വന്തമാക്കണം. ഒരു പുതിയ തീരുമാനത്തോടെ വേണം 29-ാം തീയതി വീടുകളിലേക്ക് മടങ്ങാൻ. നമ്മൾ അന്യരും പരദേശികളുമാണ്. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ഒരു നാൾ ഈ ലോകം വിട്ട് പോകണം. കേരളത്തിൽ ജനിച്ചവർ മുംബൈയിൽ ഇന്ന് കുടിയേറി താമസിക്കുന്നു. എന്നാൽ നമുക്ക് അറിയാം ഒരു നാളിൽ തിരിച്ച് കേരളത്തിലേക്ക് പോകണം. കഴിഞ്ഞ കൊല്ലം വന്നതിനേക്കാൾ വലിയൊരു വെള്ളപ്പൊക്കം ഉണ്ടായ, ശക്തിയേറിയൊരു ഭൂചലനം ഈ രാത്രി ഉണ്ടായാൽ പോകാൻ നമ്മൾ ഉണ്ടാവുമോ? കൊണ്ടുപോകാൻ ആരെങ്കിലും ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഈ ലോകത്തൊന്നും നമുക്കില്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളണം. ഈ രാത്രി നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരണം. ലോകത്ത് കാണുന്നതൊക്കെ മായ. ശലോമോൻ പറഞ്ഞു, മായ മായ, സകലവും മായയും വൃഥാ പ്രയത്നവും അത്ര. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തെന്നാൽ എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാനത് വച്ച് പോകേണ്ടി വരുമല്ലോ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പ്രാർത്ഥനയ്ക്കൊരുങ്ങാം. മൺമയമാമിയുലകിൽ കാൺമതുമായ വന്മഹിമാധനം സുഖങ്ങൾ സകലവും മായ. ആമേൻ. മൺമയമാമിയുലകിൽ വന്മഹിമാധനം സുഖങ്ങൾ സകലതും മായ. ഈ മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും. ആമേൻ. മണ്ണിൽ നമ്മൾ ജീവിതമോ പുല്ലിനെ പോലെ, ഇന്നു കണ്ടു നാളെ വാടും.
ഓ ധാന്യം ധനം ലാഭം കീർത്തിഹ നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. ആമേൻ. ധാന്യം ധനം ലാഭം കീർത്തി നഷ്ടമാകും. മാന്യമിത്രരാകെ നമ്മെ പിരിഞ്ഞിനി പോകും. 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ് അതു നിനച്ചാൽ കഷ്ടത മാത്രം. 7-10 ഏറെയായാൽ 80 മാത്രം. നീളുമായുസ് അതു നിനച്ചാൽ കഷ്ടത മാത്രം. ഈ ലോകമരുഭൂവിൽ മർത്യനാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ലോകമരുഭൂവിൽ മർത്യരാശ്രയം തേടി ശോകക്കൊടും വെയിലിലയ്യോ വീഴുന്നു വാടി. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. ആമേൻ. ദൈവമക്കൾ നമുക്കു സ്വർഗം സ്വന്ത ദേശം. കേവലമീ പാരിടമോ വെറും പരദേശം. മൺമയമാമീയുലകിൽ കാൺമതുമായ വന്മഹിമ ധനം സുഖങ്ങൾ സകലതുമായ. നിൽക്കുന്ന നിൽപ്പിൽ കണ്ണുകൾ അടയ്ക്കാം, തലകൾ വണക്കാം, കൈകൾ നെഞ്ചിൽ ചേർത്ത് വയ്ക്കാം. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ശലോമോൻ പറഞ്ഞു, മായ മായ, സകലവും മായയും വൃഥാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴെ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്തെന്നാൽ എന്റെ ശേഷം വരുവാനിരിക്കുന്ന മറ്റൊരു മനുഷ്യന് ഞാനത് വച്ച് പോകേണ്ടി വരുമല്ലോ. എന്തുകൊണ്ട് സോളമൻ നിരാശപ്പെട്ടു? 1, അവൻ ദൈവിക ജ്ഞാനം പ്രാപിക്കാതെ ലൗകിക ജ്ഞാനമേറെ സമ്പാദിച്ചു. 2, അവൻ ദൈവിക സന്തോഷം പ്രാപിക്കാതെ ജഡീക സന്തോഷത്തിനു വേണ്ടി ജീവിച്ചു. 3, അവൻ ദൈവത്തെ സ്വന്തമാക്കാതെ ലോകത്തുള്ളതെല്ലാം സ്വന്തമാക്കി. എന്താ പ്രിയപ്പെട്ടവരെ നമ്മുടെ കഥ? അത് തന്നെ. ദൈവിക ജ്ഞാനം ആരും നേടുന്നില്ല, ദൈവത്തെ അറിയാൻ ശ്രമിക്കുന്നില്ല. ലോകപ്രകാരം പരമാവധി ജ്ഞാനം സമ്പാദിക്കുക. മക്കളെ വേദപാഠം പഠിക്കാൻ വിടുന്നില്ല. ആ നേരം കൂടെ ട്യൂഷൻ അയച്ച് ഉന്നതമായ ജ്ഞാനം നേടുക. കരയേണ്ടി വരും, നിരാശ വരും, ഉറപ്പ്. അനേകം ആളുകൾ ഇന്ന് ജഡപ്രകാരം പരമാവധി സന്തോഷിക്കുകയാണ്. സന്തോഷിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിൽ സന്തോഷിക്കുന്ന ദൈവപൈതൽ പ്രതിസന്ധിയിലും രോഗത്തിലും ഭാരത്തിലും ഒറ്റപ്പെടലിലും നഷ്ടങ്ങളിലും ഊഹിച്ചിരിക്കും. അച്ഛനങ്ങനെ ചിരിച്ചിട്ടാണ് ഇവിടെ നിന്നത്. ദൈവമക്കളെ, നിങ്ങൾ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നല്ലോ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നത് ഏത് ജീവിത ശൈലിയിലാണ്? മദ്യപാനത്തിലോ, വെറിക്കൂത്തിലോ, വ്യഭിചാരത്തിലോ, പുകവലിയിലോ, പൊടിവലിയിലോ, മയക്കുന്നിലോ, ദ്രവ്യാഗ്രഹത്തിലോ, ആഡംബരത്തിലോ, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലോ, ജോലിയിലോ, സ്റ്റാറ്റസിലോ, സൗന്ദര്യത്തിലോ എന്തിലാണ് നീ സന്തോഷിക്കുന്നത്? ഈ വക ഒരു കാര്യത്തിലും നീ സന്തോഷിക്കരുത്, നീ കരയേണ്ടി വരും. സന്തോഷിക്കേണ്ടത് നിനക്ക് വേണ്ടി ഒരു കർത്താവ് ജീവിക്കുന്നു എന്നുള്ളതിലാണ്. അവൻ നിനക്ക് വേണ്ടി വീടൊരുക്കാൻ പോയിരിക്കുന്നു എന്നുള്ളതിലാണ്. അവൻ വീണ്ടും വരുമെന്നുള്ളതിലാണ്. പതിവ്രതയായ മണവാട്ടികൾക്ക് മണവാളൻ എഴുന്നള്ളത്തിനായി നിന്നെ തന്നെ ഒരുക്കി കാത്തിരിപ്പീൻ. അതല്ലോ ദൈവവചനം നിന്റെ ജീവിതത്തിൽ ഭാഗ്യമായിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലും ശാപം വാങ്ങരുത്. നാം ഒരുങ്ങണം. നാം ഇന്ന് സന്തോഷിക്കേണ്ടത് കർത്താവിലാണ്, അവന്റെ കൃപയിലാണ്. ഈ ലോകത്തിന്റെ യാതൊരു ഇമ്പങ്ങളിലും ഈ പാപസുഖങ്ങളിലും അല്ല. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഏതെങ്കിലും പാപസുഖത്തിൽ ജീവിക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ അതിനോട് വിട പറ. ന്യായവിധി ഉണ്ടെന്ന കാര്യം മറക്കരുത്. ശക്തമായ താക്കീതാണ്. ദൈവപൈതലെ, ഇനി അത് ആവർത്തിക്കരുത്. വീട്ടിൽ നീ കുടിച്ച ബാക്കി കുപ്പിയിലുണ്ടെങ്കിൽ ഇന്ന് നീ ആ കുപ്പി തകർത്ത് കളയണം. നിനക്ക് വലിക്കുന്ന ശീലമുണ്ടെങ്കിൽ നീ ആ പാക്കറ്റ് കത്തിച്ചു കളയണം. നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും പാപം നിലനിൽക്കുന്നെങ്കിൽ ഇന്ന് രാത്രി അല്ല ഇപ്പോൾ നീ അതിനോട് വിട പറയണം. ഒരു ന്യായവിധി ഉണ്ടെന്ന കാര്യം മറക്കരുത്. 3, ദൈവത്തെ സ്വന്തമാക്കാതെ ലോകത്തുള്ളതൊക്കെ സ്വന്തമാക്കുന്നുവോ? എത്ര പേർക്ക് ദൈവത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്റെ യേശു എന്റെ ഉള്ളിൽ വാഴുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? നിനക്ക് സ്വന്തമായി എന്തൊക്കെയുണ്ട്? സ്വന്തമായി കാറുണ്ട്, ഫ്ലാറ്റുണ്ട്, ജോലിയുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്.
ഇഷ്ടം പോലെ സമ്പത്ത് പല സ്ഥലത്ത് നീ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ജീവിതത്തിൽ യേശുവിനിടം കൊടുത്തിട്ടുണ്ടോ? കോടികളുടെ കൈമുതലുണ്ടായിട്ടും കോടാനുകോടികൾ വിലമതിക്കാനാകാത്ത കർത്താവ് നിന്റെ സ്വന്തമായില്ലെങ്കിൽ നീ സമ്പന്നനല്ല, ദരിദ്രനാണ്. ദൈവപൈതലെ, ഈ രാത്രി ആണും പെണ്ണും ഒരുപോലെ മാനസാന്തരപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്നെ ഹേമിച്ച ദിവസങ്ങളാണല്ലോ ഇത്. ഈ കേട്ട വചനം കൊണ്ട് ന്യായ വിധിക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ തെറ്റിവഴിയാൻ ആർക്ക് കഴിയും? ഈ ലോകത്ത് കാണുന്നതൊക്കെ മായ, കണ്ട സുഖമായ, കണ്ട ജ്ഞാനമായ, കണ്ട സമ്പത്തുമായ. ഇതൊക്കെ കൈമോശം വരും. പോകുമ്പോഴൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. വെറും കൈയോടെ പോകണം. ഒരുങ്ങണം, ഒരുങ്ങണം, ഒരുങ്ങണം. എല്ലാവരും ഒരുങ്ങിയാട്ടെ. ഈ രാത്രി എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ലല്ലോ. ജീവിതത്തെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു പുതിയ തീരുമാനം, ഒരു പുതിയ സമർപ്പണം ഇന്ന് ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അളവറ്റ് സ്നേഹിക്കുന്ന കരുണാസമ്പൂർണനായ സ്വർഗീയ പിതാവേ, ഈ രാത്രി നീ ഞങ്ങളോട് വളരെ തീവ്രമായി, വളരെ ആഴമായി, വളരെ ശക്തമായി താക്കീതിന്റെ ഭാഷയിൽ സംസാരിച്ച ഒരു സന്ധ്യയാണ്. ദൈവമേ, നിനക്ക് ഞങ്ങളോടുള്ള അദമ്യ സ്നേഹവും പ്രേമവുമാണ് ഈ വാക്കുകളിലൂടെ വെളിപ്പെട്ടത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ നശിച്ചു പോകാതിരിപ്പാൻ, നരകത്തിൽ പോകാതിരിപ്പാൻ നീ കൊതിക്കുന്ന കർത്താവേ. അതുകൊണ്ടാണ് ഞങ്ങളെ തർജ്ജനം ചെയ്ത് സംസാരിച്ചത്. ഞങ്ങളത് തിരിച്ചറിയുന്നു. ഈ രാത്രി ഈ ജനം ഒരു പുതിയ തീരുമാനമെടുക്കുമെങ്കിൽ ദൈവമേ, നീ അതിന് പ്രേരണ കൊടുക്കണമേ. ഞങ്ങളിതുപോലെ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ട്, ഇനിയും കേട്ടേക്കാം. ഇന്ന് തന്നെ തീരുമാനമെടുത്തില്ലെങ്കിൽ എന്തു വരുമെന്ന് ചിന്തിച്ച് അലസരായി പോകാതെ, അങ്ങനെ പിശാചിന്റെ ആലോചനയ്ക്ക് കീഴടങ്ങിക്കൊടുക്കാതെ, ഇതെന്റെ ഒരുപക്ഷെ എന്റെ അവസാനത്തെ ചാൻസാണ്. ദൈവം എന്നെ സ്നേഹിക്കൊണ്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. ഇന്ന് ഞാൻ ഒരുങ്ങിയില്ലെങ്കിൽ, ഇനി എനിക്ക് ഒരുങ്ങാൻ പറ്റിയില്ലെങ്കിലോ? ദൈവമേ, ഈ രാത്രി നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഒന്ന് ഒരുക്കപ്പെടട്ടെ. നിന്റെ ദാസൻ കേരളത്തിൽ നിന്ന് ഇവിടം വരെയും വന്നത് നീ കൽപ്പിച്ചിട്ടാണ്. വ്യക്തിപരമായി ഒന്നും നേടാനല്ല, നിന്റെ നാമം മഹത്വപ്പെടാൻ മാത്രമാണ് നിന്റെ ദാസനെ നീ കൊണ്ടുവന്നതെന്ന് അടിയനറിയാം. എങ്കിൽ ദൈവമേ, നിനക്ക് വേണ്ടി മാത്രമാണ് നിന്റെ ദാസൻ സംസാരിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ ആളുകളെ രസിപ്പിച്ചും സുഖിപ്പിച്ചും സംസാരിച്ച് കയ്യടി വാങ്ങാമായിരുന്നു. എന്നാൽ ദൈവമേ, ഈ ജനമടിയന് വെറുത്താലും നിന്റെ സത്യ പരിജ്ഞാനം അവർ പ്രാപിക്കണം. അതിനുവേണ്ടി നിന്റെ മക്കളോട് തീവ്രമായി വാദിച്ചത് ദൈവമേ, ജനം ഇന്ന് രൂപാന്തരപ്പെടണം. നിന്റെ രാജ്യത്തിന് ഓഹരിക്കാരായി മാറണം. ഒരു കുഞ്ഞു പോലും പാപജീവിതത്തിൽ മടങ്ങിപ്പോകരുത് കർത്താവേ. നിന്റെ മക്കളെ ഉള്ളം കയ്യിലെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ചില കണ്ണുകൾ നിറയുന്നുണ്ട്, ചിലർ ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. മരിക്കേണ്ടി വന്നാലും ഞാൻ ഇനി മശിഹായ്ക്ക് വേണ്ടി ജീവിക്കുമെന്ന് ഇന്ന് രാത്രി ഈ ആലയത്തിനകത്തോ പുറത്തോ ഉടമ്പടി വെച്ചവരൊക്കെയും ഭാഗ്യമുള്ളവർ തന്നെ. ദൈവമേ, നീ നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഈ കൂട്ടത്തിൽ രോഗികളും മനസ്സ് തകർന്നു പോയവരും സ്നേഹം കിട്ടാതെ പോയവരും ഭർത്താവിനാൽ നിന്ദിക്കപ്പെടുന്നവരും ഭാര്യയാൽ ഉപേക്ഷിക്കപ്പെട്ടവരും ഒക്കെ വന്നിട്ടുണ്ട്. കടബാധ്യത പേറുന്നവരും ദൈവമേ അനവധിയായ മനക്ലേശങ്ങൾ അനുഭവിക്കുന്നവരും വന്നിട്ടുണ്ട്. നിന്റെ മക്കളെ സമാധാനിപ്പിച്ചു കൊള്ളണം. ദൈവമേ, നാളെ പകലും രാത്രിയും ഞങ്ങളുടെ ശുശ്രൂഷ തുടരുകയാണ്. ധാരാളം ആളുകളെ അവിടുന്ന് കൊണ്ടുവരുമാറാകണം. എല്ലാവരെയും അനുഗ്രഹിച്ച് നിറയ്ക്കുമാറാകണം. പദവിയുടെ അർപ്പണം ചെയ്യുന്നു നല്ല ദൈവമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്ക് ചേർന്ന് ഇരിക്കാം.